like a Hellcat. Hello guys, welcome back to our channel Crazy Cousins. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റോക്കറ്റ് ഉണ്ടാക്കാനാണ്. ഒരു റോക്കറ്റിന്റെ എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ അതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമായ സാധനങ്ങൾ സോഡാപ്പൊടി ഒരു പാക്കറ്റ്, ഇതിൽ 10 രൂപ ഉള്ളൂ സോഡാപ്പൊടി, പിന്നെ കുറച്ച് വിനാഗിരി. ഇത് 1 ലിറ്ററിൻ്റെ ആയിരുന്നു. അപ്പോൾ ഉപയോഗിച്ച് അരയായി. അപ്പോൾ ഇത്ര നമുക്ക് മതിയാവും. ഇതിന് നല്ല റിസൾട്ട് കിട്ടാൻ ഇത്ര തന്നെ ധാരാളമാണ്. ഇത് 10 രൂപയുടെ ഒരു ചെറിയ പാക്കറ്റ് സോഡാപ്പൊടി. അപ്പോൾ ഇത് രണ്ടും കൂടിയാണ് നമ്മൾ റോക്കറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ചിലവ് കുറഞ്ഞ റോക്കറ്റാണ്. പിന്നെ നമ്മൾ 2 കുപ്പിയും വേണം. ആദ്യം ഒരു ചെറു കുപ്പിയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഒരു വലിയ കുപ്പിയിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വരും. അപ്പം നമുക്ക് ആദ്യം ഈ കുപ്പിക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കി കൊടുക്കാം. ഈ സ്റ്റാൻഡ് ഇങ്ങനെ വെച്ചിട്ടാണ് ഈ വിനാഗിരിയും ഈ സോഡാപ്പൊടി നമ്മൾ കെമിക്കൽ റിയാക്ഷൻ നടന്ന് ഇത് പൊങ്ങുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റാൻഡ് ഉണ്ടാക്കി കൊടുക്കാം. അതിന് ഞങ്ങൾ 3 ഒരേ നീളത്തിലുള്ള കോലെടുത്തിട്ടുണ്ട്. ഇത് വെച്ചാണ് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പോണേ. അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കാം. ആദ്യം നമുക്കിതൊന്ന് ഇതിനകത്ത് ഇട്ടിക്കാം. അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ വേണം നമുക്ക്. ഇതാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കിഴി കെട്ടി പോലെ ഇടണേ. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് സോഡാപ്പൊടി ഇട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് അപ്പോൾ ഇത്രയും സോഡാപ്പൊടി മതി. കൂടിപ്പോയി ഞാൻ സാറില്ല. നമുക്ക് ഇത് ഞാൻ എങ്ങനെ മടക്കണേന്ന് നോക്കാം. എനിക്ക് പലതും ഓർമ്മ വരുന്നു. അപ്പോൾ നമ്മൾ ഇതിവിടെ ഇങ്ങനെ ലോക്ക് ചെയ്യണം. എന്നാലാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇത് പോകാണ്ടിരിക്കുള്ളൂ. ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ മടക്കിയ അടിയിൽ ലോക്കായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് സോഡാപ്പൊടി ടിഷ്യൂ പേപ്പറിലിട്ട് ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അടിയിൽ നിന്ന് പോവില്ല. ഇത് നമ്മൾ ഈ കുപ്പിയുടെ മേളിൽ വെച്ച് ഒരു ഷട്ടിൽ കോർക്കിൻ്റെ ഇത് വെച്ച് ലോക്ക് ചെയ്ത് വയ്ക്കും. അതിന് നമുക്ക് ഇതിനകത്തേക്ക് വിനാഗിരി വയ്ക്കും. വിനാഗിരി നമുക്ക് ഒരു കുപ്പിയുടെ 1/2 ഭാഗം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ഭാഗത്തോളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ലോക്ക് ചെയ്ത ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ വിനാഗിരി ഇട്ട് മുട്ടാത്ത രീതിയിലാണ് ഇട്ട് കൊടുത്തത്. കമത്തി വയ്ക്കുമ്പോഴാണ് മുട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് വെച്ച് എയർ ടൈറ്റായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇത് കമത്തി വയ്ക്കാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ വളരെ സുന്ദരമായിട്ട് പാളിപ്പോയിരിക്കുകയാണ്. നമ്മൾ ഈ കാർക്ക് വെച്ചത് മൂടിയത് ശരിയായില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ഇത് താഴോട്ട് കാരണം ഈ കുപ്പിക്ക് പൊങ്ങാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പോലെ തന്നെ ഫസ്റ്റത്തെ വീഡിയോ ഫ്ലോപ്പായിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ചൊരു വലിയ കുപ്പി ചെയ്ത് നോക്കാം. ചെറിയ കുപ്പി ആയിരുന്നു തോന്നുന്നു. വലിയ കുപ്പി ചെയ്ത് നോക്കാം. നമുക്ക് വലിയ കുപ്പി ചെയ്യാം. നമ്മൾ വലിയ കുപ്പിയിൽ വിനാഗിരിയും സോഡാപ്പൊടിയും കാർക്കൊക്കെ വെച്ച് ടൈറ്റാക്കിയിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പാളിപ്പോവും. എന്തായാലും നമുക്കൊന്ന് നോക്കാം. ഇതപ്പോൾ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പോവാണ്. വയ്ക്കാൻ പോവാണ്. റെഡി 1 2 3. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ എക്സ്പെരിമെന്റ് ടോട്ടൽ ഫ്ലോപ്പാണ്. അത് ആദ്യത്തെ ചെറിയ കുപ്പി ഒട്ടും പൊങ്ങിയില്ല. രണ്ടാമത്തെ കുപ്പി കുറച്ചെങ്കിലും പൊങ്ങി. അതിലും വെച്ച കാർക്കിന് എന്തോ വിഷയം ഉണ്ടായിരുന്നു. അത് എയർ ടൈറ്റ് ആയിട്ട് ഇരുന്നില്ല.
അതുകൊണ്ട് നമ്മുടെ എക്സ്പെരിമെൻറ്റ് മൊത്തത്തിൽ ഫ്ലോപ്പായി പോയി. പക്ഷെ നമ്മൾ വേറൊരു ദിവസം ഈ എക്സ്പെരിമെൻ്റ് ആയിട്ട് വീണ്ടും തന്നെയാണ്. അന്ന് നമ്മൾ ശരിക്കും റോക്കറ്റ് വിടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എക്സ്പെരിമെൻ്റ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ഇടണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഗുഡ് ബൈ.